ഹലോ, അപ്പോൾ നമ്മുടെ കിച്ചണിലെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടെക്സ്ചറുള്ള നല്ല ക്രീം ചീസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാനാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാൽ നിങ്ങൾക്ക് 1/2 ലിറ്റർ എടുക്കാം, പക്ഷേ ക്വാണ്ടിറ്റി കുറവെന്നായിരിക്കും. എനിക്ക് 1 ലിറ്റർ എടുത്തിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ട ഒരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന രീതിയിൽ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നോർമൽ ചീസ് ആയതുകൊണ്ട് നമുക്ക് തിള വന്നതിന് ശേഷമാണ് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാട കെട്ടാതെ പാടയൊന്നും സൈഡിലേക്കൊന്നും പോവാതെ നമുക്ക് ഇത് തിളച്ച് കിട്ടണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു തിള വരുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വിനീഗർ ആഡ് ചെയ്യുന്നത്. ഒന്നുകിൽ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വിനീഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഫ്ലെയിം മീഡിയം കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് പതിച്ച് പൊങ്ങാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വിനീഗർ ചേർത്തപ്പോൾ തന്നെ പെട്ടെന്ന് പിരിഞ്ഞ് കിട്ടി. എന്നാലും കറക്റ്റൊരു പിരിഞ്ഞ് കിട്ടിയ ഒരു ഇതിൽ ടെക്സ്ചർ ആയിട്ടില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ പിന്നെയും വിനീഗറാണെങ്കിൽ ആഡ് ചെയ്യും. ഇനി നാരങ്ങ നീരാണെങ്കിൽ ഒരു ഒരു 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ 1 ലിറ്റർ പാലിനാണ്, 1/2 ലിറ്ററിനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ക്രീം സെപ്പറേറ്റായി വന്നിട്ടുണ്ട്, എങ്കിലും നമ്മൾ കറക്റ്റ് ക്രീം സെപ്പറേറ്റായി വന്നിട്ടില്ല. ഇപ്പോൾ കണ്ട ആ വെള്ളത്തിൽ കുറച്ചും കൂടെ പാലിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ നമുക്ക് കറക്റ്റൊരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് അതിൻ്റെ കളർ, ആ വേന ഇതിന് പറയാം, വേസ്റ്റ് വെള്ളത്തിന് അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത്. ഇപ്പോൾ ഒരു ക്രീം കളറായിട്ടൊരു ഒരു ഗ്രീനിഷ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ച് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ അരിച്ച് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ വെള്ളം ഒന്ന് ഡ്രെയിനായി പോവുക ചെയ്യാവൂ. കാരണം മൊത്തത്തിൽ ഇത് നമ്മൾ ഒപ്പിയെടുക്കാൻ വെള്ളത്തിൻ്റെ അംശം അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് ഈ വെള്ളം ഉണ്ടല്ലോ അത് കളയാനായിട്ടില്ല. നമുക്കൊരു കാര്യം കൂടെ അതിനെക്കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ തണുത്ത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇതിപ്പം നന്നായിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക. അതുപോലെ ഇത് 3 തവണ ഒന്ന് അരച്ചെടുക്കുക. എത്രയാണോ നമുക്ക് ആ ടെക്സ്ചർ മാറുമ്പോൾ മനസ്സിലാവും, നല്ല ക്രീം പോലെ ആവുന്നത് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ 2 തവണ അരച്ചെടുത്തിട്ടുണ്ട്. 1 തവണയും കൂടെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ തവണ അരച്ചെടുത്തതിന് ശേഷം 4ാമത്തെ തവണയാണ് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളമില്ലേ അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ അരച്ചെടുത്തപ്പോൾ ഇത് കറക്റ്റ് ക്രീം പരുവത്തിലായിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസി വേണ്ടതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടെ അടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ക്രീമി ആയിട്ട്, എന്നാൽ ഓവറായിട്ട് ക്രീമി അല്ല, കാരണം നമ്മൾ പിന്നെയും ഇത് മെൽറ്റാകുമ്പോൾ ലൂസായി പോകും. അപ്പോൾ ഈ ഒരു ക്രീമിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്സ്ചറിൽ വേണം. കാരണം ഓവറായിട്ട് ക്രീമായി കഴിഞ്ഞാൽ നമ്മൾ ആ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ഒരു രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല ക്രീമായിട്ടുള്ള നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ചീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകും നോക്കാമല്ലോ. നല്ല സ്മൂത്തായിട്ട് നല്ല സൂപ്പറായിട്ട് ക്രീം ചീസ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.